ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നടീലുമായിട്ടാട്ടോ. ഇന്ന് കുറേ ഉണ്ട് നടാൻ, പല ഐറ്റംസ് ഒന്ന് മാത്രമൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ നടീന്ന് നിങ്ങളെ കാണിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ കൃഷി കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അത് കണ്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൃഷി എടുത്ത് മടുത്ത് ഒഴിവാക്കിയവർ രണ്ടാമത് തിരിച്ച് വന്നവരൊക്കെ ഉണ്ട്, വീണ്ടും കൃഷിയിലോട്ട് ഇറങ്ങിയവർ. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ കൃഷി കണ്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പുതിയ ആൾക്കാരും അങ്ങനെ ഒരു വീട്ടിൽ ഒരാൾ വീട്ടമ്മ വിചാരിച്ചാൽ മതിയല്ലോ, ആ കുടുംബം തന്നെ അങ്ങ് നന്നാവുമല്ലോ. വിഷരഹിത പച്ചക്കറി നമുക്ക് മക്കൾക്ക് കൊടുക്കാമല്ലോ ഒന്ന് ഉണ്ടാക്കിയിട്ട്. ചീരയൊക്കെ എത്ര പെട്ടെന്നുണ്ടാവും. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് കൃഷി ചെയ്യാൻ ഏറ്റവും പച്ചക്കറി നടാൻ ഏറ്റവും നല്ല ടൈം. ഒക്ടോബർ, നവംബർ, ഡിസംബർ. പിന്നെ ശീതകാല പച്ചക്കറികൾ ഒക്കെ നടാൻ ഫസ്റ്റാട്ടോ. ഇനിയിപ്പോൾ തൈയില്ല എന്ന് പറഞ്ഞാൽ ആരും നിൽക്കണം. നഴ്സറി പോയി ചോദിച്ചാൽ നഴ്സറിയിൽ ഇഷ്ടം പോലെ തൈകളാണ്. ഏതെന്ന് പറഞ്ഞാൽ കാബേജ്, കോളിഫ്ലവർ, തക്കാളി, പച്ചമുളക് എല്ലാത്തിനും തൈ റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, നിങ്ങളെ ഭാഗത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാവും, ഈ സമയത്ത് ഉണ്ടാവും ഉറപ്പാ. അപ്പം പോയി നോക്കിയിട്ട് തൈ വാങ്ങിയിട്ട് നടണേ. ഞാൻ നടുപോലെ നടണം, എനിക്ക് കമൻറ്റ് വിടണേ. ഞാൻ നട്ടു എന്നൊക്കെ ഉള്ളത്. കമ്പോസ്റ്റ് ഉണ്ടാക്കിയ കുറേ പേര് പറഞ്ഞു, മരുന്നുണ്ടാക്കിയതും പറഞ്ഞു. അതുപോലെ തന്നെ ഇനി പച്ചക്കറി ഉണ്ടാക്കിയ പറയണം കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറി നടാൻ പോവുകയാണ്. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാം വരി. ഞാൻ പച്ചക്കറി നടുന്നത് ഏതാണെന്നറിയോ? കാബേജാ. ഇന്ന് കാബേജ്. തക്കാളി ഞാൻ നേരത്തെ നട്ടതാ. കാബേജ് നടുന്നുണ്ട്, കുറച്ച് കൂർക്കൽ നടുന്നുണ്ട്, അങ്ങനെ ഓരോന്ന്. പിന്നെ ഒരു വഴുതിനും കൂടെ നടട്ടെ എന്ന് വിചാരിച്ചു. വഴുതിനൊക്കെ കുറേ വലുതായിപ്പോയി, അതൊക്കെ നടാൻ താമസിച്ചു. അപ്പോൾ എല്ലാം കൂടി ആവൂല, എന്തെല്ലാം പണിയുണ്ട് നമുക്ക്. എൻ്റെ അമ്മോ, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറഞ്ഞ സമയമല്ലേ നമ്മൾ കൃഷി എടുക്കുന്നത്. നിങ്ങൾക്ക് സംസാരം കേൾക്കുന്നുണ്ടോ അറിയില്ല, ഇവിടെ റോഡ് സൈഡ് ഭയങ്കര വാഹനം പോകുന്ന റോഡാണ് ഇത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് വന്ന് വരിക. അപ്പോൾ ഞാൻ കാബേജാണ് നടുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാബേജ് നടാം. ഇവിടെയാണ് നടുന്നത്. ഇവിടെ വെയിലായിപ്പോയി, ഈ ഭാഗം കുറച്ച് വെയിൽ കുറവുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ എത്തും വെയിൽ. ഇവിടെ ആദ്യം വാഴയിരുന്നു നട്ടുക, കണ്ടോ? വാഴൻ്റെ അടയാളങ്ങളൊക്കെ വെട്ടി മാറ്റി പച്ചക്കറി നടുക. ഇതാ ഇനി ഒന്നും കൂടെ ഉണ്ട് വെട്ടി മാറ്റാൻ. ഇതും കൂടിയും കഴിഞ്ഞാൽ വാഴ പറ്റ കടിയും. ഇതാ ഈ രണ്ട് കന്ന് അതൊക്കെ വെട്ടി മാറ്റും. ഇനി ഇവിടെ വെളിച്ചാക്കുക. അത് 2-3 കൊല്ലമായതാ. ഒരേ കൃഷി തന്നെ ഒരു സ്ഥലത്താകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഈ സൈഡിൽ ഞാൻ തക്കാളി നട്ടിക്കുക. കുറച്ചല്ലേ നമുക്ക് നടാനാവുള്ളൂ, ഒന്നായിട്ടാവൂരല്ലോ. എന്താ നനച്ചിട്ടില്ല, നനക്കണം. ഇവിടെ ഒരു ഏല ഉണ്ട്, കർമൂസ് തൈ ഉണ്ട്. അവിടെ ഉണ്ട് ഏല ആളായി വരുന്നു. ഇതൊക്കെ ഞാൻ കുറച്ച് നേരത്തെ നട്ട് പോയതിരുന്നതാ. ഇവിടെ ഇനിയൊക്കെ ഒന്ന് ഉഷാറാക്കി കൊടുക്കണം. ഇനി മുതൽ നനച്ച് കൊടുത്താൽ നല്ലോണം ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ പഴയ പച്ചമുളകിനൊക്കെ പോയി. എന്താ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ പച്ചമുളക് കാണുന്നു. എന്താ കഴിച്ച് ഇവിടെ ഞാൻ നടുന്നു. ഇവിടെ നല്ല വെയിലാണ്. കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ വെയിലെത്തും. ഇപ്പോൾ വാഴിൻ്റെതൊക്കെ മാറ്റിയിട്ട് കുഴിച്ച് നിലത്ത് നടുമ്പോൾ അങ്ങനെ ഒന്നുണ്ട്. കുഴിച്ച് അതിലേക്ക് കുറേ ചപ്പങ്ങിടുക. ഇത് തക്കാളിക്ക് കുറേ സ്ഥലം വേണം. ഇവിടെ കോട്ടിൽ കുത്തി കൊടുത്ത് കുറച്ചൊക്കെ ഇങ്ങോട്ട് നീങ്ങിയല്ലോ, ഇത്രയും ഹൈറ്റും വരും. അപ്പോൾ തക്കാളിൻ്റെ ഭാഗത്തേക്ക് ഇനി അടുക്കാൻ പറ്റൂല. ഇനി ഈ ഭാഗം ഒഴിവുള്ളേ. അപ്പോൾ ഇവിടെ കാബേജല്ലേ നടുന്നത്, അങ്ങനെ അങ്ങോട്ട് പൊങ്ങൂരല്ലോ. അപ്പം കുറച്ചൊരു ചതുരത്തിലൊരു കുഴി അങ്ങ് വീക്കട്ടെ. എന്നിട്ട് അതിൽ നിറയെ ചപ്പ് ഇടുക. എന്നാൽ നനച്ച് കൊടുത്താൽ വെള്ളം അവിടെ നിന്നിട്ടു. 8-10 എണ്ണം ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ചതുരത്ത് കുഴി വയ്ക്കട്ടെ. പോട്ട് മോഡൽ തന്നെ ആക്കുക. നിലത്ത് നട്ടാൽ നമ്മൾ ഈ പോട്ട് നട്ട പോലെ അല്ല കേട്ടോ. എപ്പോൾ നനയ്ക്കൊന്നും വേണ്ട. പോട്ടിൽ നട്ടാൽ വേഗം മൊത്തം ഞാൻ കുഴിച്ച് ചപ്പിടുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നീണ്ടു പോകും വീഡിയോ. ഞാൻ നടുന്ന രീതി കാണിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ കുയ്യെല്ലാം കുഴിച്ചു.
കുഴി കുഴിച്ചു. 7 കാബേജാണ് നടുന്നതാ. 1 2 3 4 5 6 7. ഇനി ഇതിൽ എനിക്ക് ചപ്പ് നിറക്കണം. ചപ്പ് നിറച്ചാൽ മാത്രമേ അതിൽ വെള്ളേ നനവട പിടിച്ച് നിൽക്കുള്ളൂ. വേനലല്ലേ. ഇനി കുഴിയിലൊക്കെ ചപ്പിടട്ടെ. ഇപ്പോൾ ഞാൻ ഒരു വളവും ചേർക്കുന്നില്ല കേട്ടോ. ഈ ചപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ചെറിയ മക്കളല്ലേ, കുഞ്ഞി തൈയല്ലേ നടുന്നത്. പ്ലാസ്റ്റിക് ഉണ്ടൊക്കെ ഒഴിവാക്കണം. ഒക്കെ വളർന്ന് വന്ന് ആളായി വരുന്നത് കണ്ടിട്ടേ ഞാൻ വളമൊക്കെ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെ ഏത് ചെടി നടൽ എനിക്ക് നല്ലോണം കായ്ക്കലുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യൂല. ഈ ചപ്പ് മാത്രം ചപ്പിട്ട് മണ്ണിട്ട് മൂടി നന നിർബന്ധമാട്ടോ. നനയാണ് എൻ്റെ ഹൈലൈറ്റ്. ഞാൻ എപ്പോൾ നനച്ചുകൊണ്ട് ചെടി നടാൻ പോവുക കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ ചെടിയല്ല. അത് നഴ്സറിയിൽ കുഞ്ഞ് തൈ വാങ്ങിയതായിരുന്നു. ആ വാങ്ങിയത് ഞാൻ എടുത്ത് ചെറിയ ഒരു കുപ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് തണലത്ത് വെച്ച് ആളാക്കി എടുത്തതാണ്. എടുത്തതിന് ശേഷമേ നടുന്നുള്ളൂ കേട്ടോ. നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്തിനല്ല ഉണ്ടാകുക. അത് ഇവിടെ കൊണ്ടുപോയി നട്ടാൽ നമുക്ക് പോയാൽ നായയോ പൂച്ചയോ പട്ടിയോ ഓടി അതങ്ങ് പൊട്ടിക്കൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉറുമ്പൊക്കെ ഒന്ന് അങ്ങ് അരിച്ചു പോകും. അപ്പം അതിനൊക്കെ നല്ല നമ്മളെന്നെ ഒന്ന് ആളാക്കി എടുത്തിട്ടേ. ഇത് ഞാൻ പ്ലാവിൻ്റെ ഇലയിലാക്കിയതേനു. പ്ലാവിൻ്റെ ഇലേൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിത് നടാൻ പോവുക കേട്ടോ. ഫസ്റ്റത്തെ തന്നെ പ്ലാവിൻ്റെ ഇലത്താവട്ടെ. ഇതാ ഇനിയുണ്ട് കേട്ടോ. ചീർപ്പ് എല്ലാം ഉണ്ട്. എന്താ പ്ലാസ്റ്റിക് എപ്പോൾ നോക്കണം. നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ച് മണ്ണങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഉഷാറായിട്ടുണ്ടാവട്ടെ. മണ്ണടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഇതും നട്ട്. ഇപ്പം 2 എണ്ണം വിജയകരമായിട്ട് നട്ട്. ഇനി ബാക്കി എല്ലാം നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. കുപ്പിൻ്റെ അടിഭാഗം അങ്ങോട്ട് എടുത്തതേനു. എന്നിട്ട് ആളാക്കിയെടുത്ത് കണ്ടോ. ഇത്ര വലിപ്പം വെച്ചിട്ട് നടുകയാണല്ലോ. അപ്പം പിന്നെ ഒരു പ്രശ്നവുമില്ല. ഇതാ നട്ട് കഴിഞ്ഞു. 1 2 3 4 5 6 7. ഇതിനി ആളായി വരുമ്പോൾ ഓരോ സ്റ്റേജും ഞങ്ങളെ കാണിക്കൂട്ടോ. ഞാനിങ്ങനെയാണ് നടുന്നത്. നിങ്ങളെങ്ങനെയാണ് നടൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഞാനിത് നനക്കട്ടെ. ഇനി ഒക്കെ സ്പോട്ടിലാണ് എല്ലാം. ഫസ്റ്റിൽ ഞാൻ തക്കാളി നനക്കട്ടെ. തക്കാളി ഞാൻ ആദ്യം നട്ടതാ. കിടക്ക് നനച്ച് പോക്കുണ്ട്. പൈപ്പൊന്നും റെഡിയാക്കിയില്ല. കുറേ പച്ചക്കറി നട്ടിട്ട് വേണം പൈപ്പ് റെഡിയാക്കാൻ. ഇപ്പം കുറച്ചല്ലേ. എല്ലാം തെളിഞ്ഞീന്. വെയിലുണ്ട് ഒരു ഭാഗത്ത്. തക്കാളി നനച്ച് കഴിഞ്ഞ് ഇനി കാബേജ് കുറച്ച് ഉഷാറായത് കൊണ്ടേ നമുക്ക് ധൈര്യമായിട്ട് നടാം. ആ കുഞ്ഞ് തയ്യല്ലല്ലോ. പിന്നെ ചപ്പിട്ട് കൊണ്ട് വെള്ളടെ പിടിച്ച് നിൽക്കും. അങ്ങനെ വിജയകരമായിട്ട് 7 കാബേജ്, തക്കാളി 2 4 6 8 9 തക്കാളി. അടിപൊളിയായി. ഇതും കേട്ടോ ആളാകുമ്പോൾ എന്ത് ഉഷാറുണ്ടാവും. ഞങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നട്ടതൊക്കെ എന്നോട് പറയണേ. ഇനി ഒന്നും കൂടി നടുന്നുണ്ട്. അത് കൂർക്കയും കൂടി നട്ടാട്ടെ. ഇനി നടുന്നത് കൂർക്കയാണ്. കൂർക്ക നടുന്നത് പ്ലാസ്റ്റിക് ചാക്കില്ല, നിലത്തല്ല കേട്ടോ. നിലത്തൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള പച്ചക്കറികളാണ്. ഇപ്പം കൂർക്ക ഏത് സമയത്തും നടാം. നമുക്ക് നനക്കാനുള്ള സൗകര്യവും വെയിലും ഉണ്ടെങ്കിൽ കൂർക്ക ഏത് സമയത്തും ഉണ്ടാവും. അപ്പം ഞാനിതിൽ നിറയെ കരിയിലിട്ട് നറക്കട്ടെ കേട്ടോ. അങ്ങനെ കരിയില നിറച്ചു. ഇവിടെ
താമസിക്കുന്ന വീടല്ല, വേറെ പറമ്പിലേക്കാണ് വന്നത് ഞാൻ. അപ്പോൾ ഇവിടെ സ്റ്റൂളൊന്നുമില്ല. സ്റ്റൂളില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ബക്കറ്റ് മറച്ച് വെച്ചതാണ്. ഈ കുനിയാൻ കഴിയൂരധികം. അപ്പോൾ നിറയെ കരിയില നിറച്ചു. അതിൻ്റെ മേലെ ഞാൻ കരിയിലയൊക്കെ ഇട്ടുള്ളൊരു കമ്പോസ്റ്റ് തന്നെയാണിത്. ഇവിടെ അതങ്ങ് ഇട്ടു. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഒരു വളവും ഞാൻ ചെയ്യുന്നില്ല കൂർക്കയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ സിമൻറ്റ് ചാക്ക് അടിയിൽ കെട്ടുന്നതും ഹോൾസ് ഇടുന്നതൊക്കെ ഞാൻ അതേ കാണിച്ചിരുന്നു. അങ്ങനെ ഞാൻ നിറച്ച് കുറേ അങ്ങ് ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഒക്കെ എൻ്റെ ചാനലിലുണ്ട് ഈ റൗണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇതാ ഇനി ഞാൻ കൂർക്ക നടട്ടെ കേട്ടോ. അത്രേ പണിയുള്ളൂ. കൂർക്കൻ്റെ തണ്ട്. കൂർക്ക നടണമെങ്കിൽ നമുക്ക് കിഴങ്ങെല്ലാം നടൽ കേട്ടോ. കൂർക്ക ഉപ്പേരിയൊക്കെ ഉള്ളത് കൊണ്ടുവന്ന് അത് നട്ട് മുളച്ച് അതിൻ്റെ തണ്ട് മുറിച്ചിട്ടാണ് നമ്മൾ നടൽ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അങ്ങനെയാണ് നടൽ. അല്ലാതെ കൂർക്ക തന്നെ കൊണ്ടുപോയി നട്ടാൽ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെയാണ് നട എല്ലാവരും. ഇപ്പോൾ കാബേജ് നട്ട്, തക്കാളി ഞങ്ങളെ കാണിച്ച് തന്ന്. തക്കാളി പല സ്റ്റേജിലുള്ള തക്കാളി എൻ്റെ അടുത്തുണ്ട്. കായ്ക്കുന്നതുണ്ട്, കുഞ്ഞുണ്ട്, വലിപ്പം വെക്കാൻ ഒരുങ്ങിയതുണ്ട്, പൂക്കുന്നതുണ്ട്, എല്ലാ തരവും ഉണ്ട്. കാബേജും ഉണ്ട് അങ്ങനെ തന്നെ. പറിക്കാനായതുണ്ട്, അതിൻ്റെയും കുറച്ച് ചെറുപ്പമുള്ളുണ്ട്, അതിനും ചെറുപ്പമുള്ളുണ്ട്. പിന്നെ ഇത് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് പച്ചക്കറി പറിക്കാമല്ലോ. ഒന്നായിട്ടങ്ങ് മൂപ്പത്തിരി വിളവെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? നമ്മളെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്കല്ല നമുക്ക് കിട്ടേണ്ടത്. അതിനുള്ള മാർഗ്ഗം ഇങ്ങനെ നടുക. ഇടയ്ക്ക് മാസത്തിലൊക്കെ അങ്ങനെ 2, 3, 4 നടുക. നമ്മളെ പൂതിക്കുള്ളുണ്ടാവും. വിൽപ്പനക്കൊന്നും അല്ലല്ലോ, വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. നമ്മൾ വീട്ടമ്മമാർ നമ്മളെ വീട്ടിലേക്ക് മരുന്നടിക്കാത്ത പച്ചക്കറി കുട്ടികളെ തീറ്റിക്കാനാണല്ലോ. ഇതാ കണ്ടില്ലേ, ഞാൻ നട്ട് കഴിഞ്ഞു എൻ്റെ കൂർക്ക. അപ്പോൾ ഇന്ന് കാബേജ്, കൂർക്ക, ഇനി ഒന്നും കൂടി ഉണ്ട് നടാൻ. ഇന്നത്തെ പ്ലാനിങ് അതാ. ഓരോന്നോ പ്ലാനിങ് തലേന്നേ പ്ലാൻ ചെയ്യും ഇന്ന് എന്ത് നടണം എന്നുള്ളത്. ഇനി ഒന്നും കൂടെ ഉണ്ട്. ആ സ്പോട്ടിൽ ഞങ്ങൾ നനച്ചാട്ടെ. എന്നിട്ട് ഞാൻ തണലത്ത് വെച്ചതാ. ഇതിനിപ്പം കുറച്ച് ആളായി തെളിഞ്ഞിട്ടേ ഞാൻ വെയിലത്ത് വെക്കുള്ളൂ. ഒരാഴ്ച പോലും ഈ തണലത്ത് നിൽക്കും. ഇത് നനച്ചാട്ടെ, മഴയില്ലല്ലോ. കാബേജും തക്കാളിയൊക്കെ ഞാൻ പറമ്പിൽ നിലത്താണ് നട്ടത്. അപ്പുറത്തെ പറമ്പിൽ വഴുതിന ഞാൻ നടുന്നത് ഇവിടെ തന്നെയാണ്, ഈ പറമ്പിൽ. അതും ചാക്കിലാണ് നടുന്നത്. അപ്പം ഞാൻ കുറേ കരിയിലിട്ട് കുത്തി നിറച്ച്. അത് നിങ്ങളെ കാണിച്ചില്ല. അത് പിന്നെ എന്താ വഴുതിന തൈ ഇത് ഏതാണെന്നറിയോ? ഞാൻ പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈ തന്നെയാണിത്. ആ തൈ ഞാനൊരു കവറിലിട്ടിട്ട് വളർത്തിയെടുത്ത് വലുതാക്കിയെടുത്ത്. ഞാൻ ഏത് തൈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് വലുതാക്കി എടുത്തിട്ടേ പുറത്ത് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ നടട്ടെ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇത് സൂപ്പറായിട്ട് ഇനി ഉണ്ടാവട്ടെ ഈ ചാക്കിൽ. വഴുതിനൊക്കെ ഈ ചാക്ക് മതി. ഈ സിമെൻറ്റ് ചാക്കൻ്റെ ധാരാളം. എന്താ പുല്ലൊക്കെ അങ്ങ് പറിച്ച് കളി. ഇതൊക്കെ പുല്ല് വരെ മുളച്ചു പോയി. എന്താ അങ്ങനെയാ. ഞാൻ നഴ്സറിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ തൈ എൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഒന്ന് മാറ്റി മറിച്ചിട്ടേ ഞാൻ പിന്നെ നടുള്ളൂ. ഇതെൻ്റെ കരിയിലെ കമ്പോസ്റ്റ് കേട്ടോ. ഞാൻ കോരി വെച്ചതായിരുന്നു, പിന്നെ എടുക്കേണ്ടി വന്നില്ല. ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ മതി. ഇതാ ചാണകമൊന്നും വേണ്ട ഇനി നമുക്ക് തന്നെ മതി. കരിയിലെ കമ്പോസ്റ്റ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒക്കെ നമ്മളെ മുമ്പിലുള്ളത് മതി. നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടുകയും ചെയ്യും. വിൽക്കാനൊന്നും വേണ്ട. എന്നാലെന്താ നമുക്ക് ആവശ്യത്തിന് കിട്ടൂലേ? നല്ല ഫ്രഷ്, ഒരു മരുന്നടിക്കാത്ത. ഇവിടെ അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നനച്ചൊക്കെ കഴിഞ്ഞു, മഴ പെയ്തു. കഴിഞ്ഞാലപ്പം ഇത് നടന്ന്. എന്താ അങ്ങനെ വിജയകരമായിട്ട് ഒരു വഴുതിന. ഈ വഴുതിന ഞാൻ പച്ചയാണ് ഞാൻ ചോദിച്ച് വാങ്ങി നട്ടത്. എനിക്കൊരു സംശയം കുടുങ്ങുന്നുണ്ട്, പച്ചയല്ലേ എന്നുള്ളത്. കാരണം ഇതിൻ്റെ തണ്ടിനൊരു കളറ് മാറ്റം. പച്ചക്കൊരു ഒരു പച്ച കളർ തന്നെ ഉണ്ടാകുക തണ്ട്. നേരിയൊരു വയലറ്റ് വരുന്നുണ്ടോയെന്ന് എനിക്ക്. വയലറ്റ് വഴുതിനോട് എനിക്ക് അത്ര താല്പര്യമല്ല. എനിക്ക് പച്ച ഇഷ്ടം. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് എന്തൊക്കെ നട്ടു ഇന്ന് നിങ്ങൾ കണ്ടില്ലേ. എല്ലാവരും അങ്ങനെ നടണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഒന്നും കൃഷി കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാപ്പുള്ള ബുദ്ധിമുട്ട്. എനിക്കൊന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത് ചെയ്യാനാ, ഒരു മാർഗമില്ല. എൻ്റെതൊക്കെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. എന്താ ഇനി ഇത് കാബേജ് അല്ല, ഈ വഴുതിനക്ക് വെയിലും നനവും മാത്രം മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വളമല്ലേ
ഈ വളത്തിനോടൊന്നും അത്ര വലിയ കാര്യമില്ല. വളത്തിനേക്കാളും വേണ്ടത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുക, അതുപോലെ നനയ്ക്കുക, പിന്നെ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുക. അങ്ങനെ തന്നെ മതി. എന്നാൽ തന്നെ 60% നമുക്ക് കിട്ടും. പിന്നെ പൈസ കൊടുത്ത് വളം വാങ്ങി അങ്ങനെ നമുക്ക് നിറച്ച് പിടിപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം. അല്ലാണ്ട് നനയും സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ ഒരുവിധം ചെടികളൊക്കെ നന്നായിട്ട് കഴിക്കും, ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. പിന്നെ വളം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയും ചെയ്യാം, പൈസ കൊടുത്തൊന്നും പോയൊന്നും വേണ്ട. ഇനി തക്കാളി പല സ്റ്റേജിലുള്ള തക്കാളി എൻ്റെ അടുത്തുണ്ട്, കണ്ടോ. ഇതൊക്കെ ഇപ്പം കായ്ക്കാൻ തുടങ്ങിയതാ, ഇതെല്ലാം കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ രണ്ടാമത് ഇതായി കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ നട്ട് കഴിഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റേജിൽ ഇങ്ങനെ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ തക്കാളി പറിക്കുക, എല്ലാ ചീര പയറ് എല്ലാം അങ്ങനെ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ നട്ടാലേ കണ്ടോ കായ്ച്ചത്. കാബേജ് കണ്ടോ, ഇത് കുറച്ച് മുമ്പ് നട്ടതാ, എന്താ ഇത് അതിനേക്കാൾ നേരത്തെ മുമ്പ് നട്ടതാ. അതിപ്പോൾ കായ്ക്കാനായി. എന്താ ഇവിടെ ഇതാ, ഇതിപ്പോൾ അടുത്ത് നട്ടതാ, ഇതിപ്പോൾ കഴിഞ്ഞ മാസം നട്ടതാ. അങ്ങനെ ഓരോ മാസത്തിൽ ഇങ്ങനെ നട്ടാൽ നമുക്ക് എന്നും ഇങ്ങനെ വിളവെടുക്കാൻ കിട്ടും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടില്ലേ, കാബേജ് നട്ടത്, പിന്നെ വഴുതിന നട്ടത്, പിന്നെ കൂർക്കയൊക്കെ നട്ടത്, എൻ്റെ കുറച്ച് എൻ്റെ പച്ചക്കറികളും ഒക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.